അപ്പോൾ ഇതെന്താണെന്നറിയോ? ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ടൂട്ടി ഫ്രൂട്ടി. നിങ്ങൾ നോക്കുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ ചെറിയൊരു മങ്ങൽ അല്ലേ, കളറിന് ഒരു ചെറിയൊരു മങ്ങൽ പോലെ. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പപ്പായ കൊച്ചിയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പാകം ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അവിടെ പപ്പായ നിറയെ ഉണ്ടായിരുന്നു. അത് തന്നെയല്ല ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര വെയിലാണ്. അത് രാവിലെ കിഴക്ക് വശത്തും ഉച്ച കഴിഞ്ഞാൽ 12 മണിക്ക് ശേഷവും ഭയങ്കര പടിഞ്ഞാറ് വശത്തും ഭയങ്കര പടിഞ്ഞാറ് വശം സിറ്റ് ഔട്ടാണ്. അപ്പോൾ അന്നേരം ആ സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് ഞാൻ ഉണക്കിയെടുത്താണ്, പാത്രത്തിൽ വെച്ചിട്ട് ഉണക്കിയെടുത്താണിത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ് പപ്പായയുടെ കളർ തന്നെയായിരുന്നു ഉണങ്ങിയപ്പോൾ. പിന്നെ ഞാൻ ചെങ്ങന്നൂർ വന്ന സമയത്ത് കളർ ഇവിടെയാണ് ഇരുന്നത്. അപ്പോൾ അത് നമ്മൾ ഫുഡ് കളർ ചേർക്കാൻ വേണ്ടിയിട്ട് മുക്കാലും ഉണങ്ങിയതാണ് സാധനം. അതിലേക്ക് നമ്മൾ കളർ മിക്സ് ചെയ്തപ്പോൾ അപ്പോൾ ഓറഞ്ച്, റെഡ്, ഗ്രീനാണ് മിക്സ് ചെയ്തത്. 3 സെപ്പറേറ്റ് എടുത്തിട്ടാണ്. അതിന് ശേഷം ഒന്നിച്ച് ഞാൻ വെയിലത്ത് വെച്ചതാണ് ഇളക്കിയിട്ട്. അപ്പം അന്നേരം ഈ കളർ ശരിക്കും അങ്ങോട്ട് ഫെയ്ഡായിട്ട് നിൽക്കുന്നു. അതേസമയം നമ്മൾ ഫ്രഷോടെ നമ്മൾ കളർ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ എനിക്കിത് നന്നായിട്ടില്ല എന്നൊന്നും പറയാനില്ല. കാരണം ഉണങ്ങുമ്പോൾ ഏകദേശം എല്ലാത്തിനും ഈ കളർ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താണ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൻ്റെ ഈ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ സൗണ്ട് ഉണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ട് ഞാൻ ഇതുവരെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു സൗണ്ട് കേട്ടിട്ടില്ല. നല്ല മുത്ത് വാരി ഇടുന്ന പോലെ ഒരു സൗണ്ടാണ്. ഇനി ഇത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിരിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ എന്താണത്, രസമുണ്ടല്ലേ, നല്ല ഇതാണ്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിനകത്ത് ഇത് തണുത്തിട്ട് വെയിലിൻ്റെ കൊണ്ട് ചെറിയൊരു ചൂടുണ്ട് ഇതിന് തണുത്തിട്ട് നല്ലോണം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ താങ്ക് യു, വീഡിയോ കണ്ടതിൽ താങ്ക് യു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു, വീണ്ടും കാണാം.